നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാടെങ്ങും പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പരസ്പരം ആശംസകൾ അറിയിച്ചും സ്നേഹം പുതുക്കിയും വിശ്വാസികൾ സന്തോഷം പങ്കുവച്ചു. ത്യാഗസ്മരണയിൽ നാടെങ്ങും ബലിപ്പെരുന്നാൾ ആഘോഷം. തൃക്കരിപ്പൂരിൽ പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു. കാസർഗോഡിന്റെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്ത് വിശ്വാസി സമൂഹം ആഘോഷപൂർവ്വം ബലിപ്പെരുന്നാളിന്റെ പുണ്യം നുകർന്നു. ആഭാലവൃദ്ധം ജനങ്ങളും നമസ്കാരത്തിന് പള്ളികളിലെത്തി. കുമ്പള നാരായണമംഗലത്ത് മദ്യലഹരിയിൽ സഹോദരിയെ മർദ്ദിക്കുന്നതിനെ ചോദ്യം ചെയ്ത സഹോദരനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പ്രതി അറസ്റ്റിൽ. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന പണവുമായി യുവാവ് പിടിയിൽ. കർണാടക RTC ബസ്സിൽ കടത്തിയ 9,98,500 രൂപയാണ് പിടികൂടിയത്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഷേഡിക്കാന അങ്കണവാടിയിലായിരുന്നു പരിപാടി. വിശദമായ വാർത്തകളിലേക്ക്. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും ഓർമ്മ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച മകനെ ദൈവകൽപ്പന പ്രകാരം ഇബ്രാഹിം നബി ബലി നൽകാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ. നാടെങ്ങും പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പരസ്പരം ആശംസകൾ അറിയിച്ചും സ്നേഹം പുതുക്കിയും വിശ്വാസികൾ സന്തോഷം പങ്കുവച്ചു. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിൻ്റെ സ്മരണയിൽ ലോകമെമ്പാടുമുള്ള മുസ്ലിം മത വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ഏറെ പ്രാർത്ഥനകൾക്ക് ശേഷം ജനിച്ച ഇസ്മായിലിനെ ഇബ്രാഹിം നബി ദൈവകൽപ്പനയനുസരിച്ച് ബലി നൽകുവാൻ തീരുമാനിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തൽ ദിനമാണിത്. ഈ പുണ്യദിനത്തിൽ ലോകമെങ്ങുമുള്ള വിശ്വാസികൾ മനസ്സുകൊണ്ട് മക്കയിലെ വിശുദ്ധ മണ്ണിൽ തീർത്ഥാടനം നടത്തി. ജീവിതത്തിൽ ഇന്നോളം പറ്റിയ എല്ലാ തെറ്റുകൾക്കും സർവേശ്വരനോട് ക്ഷമ ചോദിച്ചു. പ്രാർത്ഥനകളും കണ്ണീരും കൊണ്ട് മനസ്സിനെ സ്വയം ശുദ്ധീകരിച്ച് പ്രപഞ്ചനാഥന് മുന്നിൽ സ്വയം സമർപ്പിക്കുകയും ഇനി തെറ്റുകളിലേക്ക് മടങ്ങുകയില്ലെന്ന് ദൈവത്തെ സാക്ഷിയാക്കി പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പകരം വയ്ക്കുവാനില്ലാത്ത സമർപ്പണമാണ് ബലിപ്പെരുന്നാൾ നൽകുന്ന സന്ദേശം. കുടുംബത്തിലെ എല്ലാവരും ഒത്തുകൂടിയും പുതുവസ്ത്രങ്ങളും മൈലാഞ്ചിച്ചോപ്പും മാപ്പിളപ്പാട്ടുമെല്ലാമായി വിശ്വാസികൾ ബലിപ്പെരുന്നാളിൻ്റെ പുണ്യം നുകർന്നു. പരസ്പരം ആശംസകൾ കൈമാറിയും സ്നേഹമറിയിച്ചും വിശ്വാസികൾ സന്തോഷം പങ്കുവച്ചു. നാടെങ്ങും ഈദ്ഗാഹുകളിലും പള്ളികളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് വിശ്വാസികളുടെ മനസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ കാരണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന അധികാരമായിരുന്നില്ല, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സാമ്പത്തികമായ സൗകര്യങ്ങളായിരുന്നില്ല. അതൊക്കെ ആ കാലഘട്ടത്തിൽ നൽകപ്പെട്ടത് വേറെ ചില ആളുകൾക്കായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകളിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ കൈകളിൽ ഉണ്ടായിരുന്ന അല്ലാഹു അക്ബർ എന്ന് പറയുന്ന മഹത്തായ ഒരാദർശം, ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും അല്ലാഹു അക്ബറിനെ പൂർണ്ണമാക്കിയ ഒരു പ്രവാചകന്റെ ചരിത്രമാണ് ഈ ഈദിന്റെ ദിവസത്തിൽ കോടിക്കണക്കിന് വിശ്വാസികൾ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ഇസ്ലാമിക് സെന്ററിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പരവനടുക്കം ആലിയ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഖത്തീബ് KP ഖലീലുർ റഹ്മാൻ നദ്വി നേതൃത്വം നൽകി. തളങ്കര മാലിക് തിനാർ ജുമാ മസ്ജിദ്, കാസർഗോഡ് സുന്നി സെന്റർ മസ്ജിദ്, തായിലങ്ങാടി ജുമാ മസ്ജിദ്, തെരുവത്ത് ഹൈദ്രോസ് ജുമാ മസ്ജിദ്, റിഫായി മസ്ജിദ് തായിലങ്ങാടി, കാസർഗോഡ് ടൗൺ ഈദ്ഗാഹ് തുടങ്ങിയ വിവിധ ഇടങ്ങളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ത്യാഗസ്മരണയിൽ നാടെങ്ങും ബലിപ്പെരുന്നാൾ ആഘോഷം. തൃക്കരിപ്പൂരിൽ പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു. തുടർന്ന് വിശ്വാസികൾ പരസ്പരം ആശംസകൾ കൈമാറി പെരുന്നാൾ പരസ്പര സ്നേഹത്തിന്റെ ആഘോഷമാക്കി മാറ്റി. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്മരണയിൽ വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ കൈമാറിയും നമസ്കാരത്തിൽ പങ്കെടുത്തും വിശ്വാസ സമൂഹം ബലിപ്പെരുന്നാളിനെ വരവേറ്റു. തൃക്കരിപ്പൂരിലെ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിലും പ്രത്യേക കുത്തുബയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തൃക്കരിപ്പൂർ ടൗൺ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും കുത്തുബയ്ക്കും ഖത്തീബ് ചുഴലി മുഹിയുദ്ദീൻ മൗലവി നേതൃത്വം നൽകി. وحثهم عليها وجعل ذلك من أفضل ما
الأحرار والعبيد والأحرار يرفعون أصواتهم بالتكبير ويلبسون من الثياب كل جديد ولطيف. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സ്മരണയിൽ നാടെങ്ങും ബലിപ്പെരുന്നാൾ ആഘോഷം. കാസർഗോഡിന്റെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്ത് വിശ്വാസി സമൂഹം ആഘോഷപൂർവ്വം ബലിപ്പെരുന്നാളിന്റെ പുണ്യം നുകർന്നു. ആബാലവൃദ്ധം ജനങ്ങളും നമസ്കാരത്തിന് പള്ളികളിലെത്തി. പ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം ഈദ് ആശംസകൾ കൈമാറിയാണ് വിശ്വാസികൾ മടങ്ങിയത്. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിലിൻ്റെയും ത്യാഗസ്മരണ പുതുക്കി നാടെങ്ങും ബലിപെരുന്നാൾ ആഘോഷിച്ചു. കാസർഗോഡിന്റെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്ത് വിശ്വാസി സമൂഹം ആഘോഷപൂർവ്വം ബലിപെരുന്നാളിന്റെ പുണ്യം നുകർന്നു. പള്ളികളിലെത്തിയ വിശ്വാസികൾ നമസ്കാരത്തിനു ശേഷം ആശ്ലേഷിച്ചും ഹസ്തദാനം ചെയ്തും ഈദ് ആശംസകൾ കൈമാറി. ത്യാഗവും സഹനവും മാനവികതയും ജീവിതത്തിൽ പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇമാമുമാർ കുത്തുബ നടത്തി. തുമിനാട് അൽഫത്ത ജുമാ മസ്ജിദ്, കുഞ്ചത്തൂർ മസ്ജിദ് നൂർ, ദാറുസലാം സലഫി മസ്ജിദ്, കുഞ്ചത്തൂർ ജുമാ മസ്ജിദ്, ഉദ്യാവർ ജുമാ മസ്ജിദ്, പൊസോട്ട് ജുമാ മസ്ജിദ്, പാണ്ഡ്യാൽ ജുമാ മസ്ജിദ് തുടങ്ങിയ മഞ്ചേശ്വരത്തെ വിവിധ പള്ളികളിലും ഈദ് ഗാഹുകളിലും ഈദ് പ്രാർത്ഥനകളും പ്രഭാഷണങ്ങളും നടന്നു. ഈദ് പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിനും ഈദ് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുമായി നിരവധി വിശ്വാസികളാണ് പള്ളികളിലും ഈദുഗാഹുകളിലും എത്തിയത്. അല്ലാഹു ഈ ലോകത്ത് സൃഷ്ടിച്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ. ഈ ദുനിയാവിൽ അല്ലാഹു തആലയുടെ അരികിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസം അത് യൗമുൻ നഹറാണ്. ദുൽഹിജ്ജ 10-ാം തീയതിയാണ്. ഈ ദിവസം വെറുമൊരു ആഘോഷമായി ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. കുഞ്ചത്തൂർ മസ്ജിദ് നൂർ ജുമാ മസ്ജിദിൽ മുതിർന്ന പണ്ഡിതൻ ഖത്തീബ് നൗഫൽ ഒട്ടുമാൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പുതുവസ്ത്രങ്ങൾ ധരിച്ചും സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടിയും വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കിയും വിശ്വാസികൾ ബലിപെരുന്നാളിനെ ആഘോഷമാക്കുകയാണ്. കൂടാതെ ബന്ധുവീടുകൾ സന്ദർശിച്ച് വിശ്വാസികൾ ഈദാശംസകൾ നേർന്ന് കുടുംബബന്ധം കൂടുതൽ ഊഷ്മളമാക്കുകയും ചെയ്യുന്നു. അബ്ദുൽ-റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധന കാലയളവ്. മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനും ശാസ്ത്രീയമായ മത്സ്യബന്ധനം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കി വരുന്നതെങ്കിലും ഉപജീവന മാർഗമില്ലാത്തതിനാൽ ഈ ദിവസങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ നാളുകളായി മാറും. തീരദേശ മേഖലയിൽ വറുതി കൂട്ടി 9-ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം തുടങ്ങും. ജൂലൈ 31 വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. കടലിലെ മീൻ ലഭ്യതക്കുറവും പ്രതികൂല കാലാവസ്ഥയും കാരണം 2 മാസത്തോളമായി ജില്ലയിൽ പ്രതിസന്ധിയിലായ മത്സ്യബന്ധന മേഖല ഇതോടെ കൂടുതൽ ദുരിതത്തിലാകും. ഇത്രയും കാലം ബോട്ടുകൾ കടലിൽ പോകുന്നതല്ലാതെ കാര്യമായ മത്സ്യമൊന്നും ലഭിക്കാതെ നിരാശയിലാണ് തൊഴിലാളികൾ മടങ്ങിയിരുന്നത്. ഇതിനിടയിൽ ട്രോളിംഗ് നിരോധനം കൂടിയാകുമ്പോൾ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാകും. ഈ കാലത്ത് സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് അപര്യാപ്തമാണ്. കൂടാതെ മറ്റ് ചിലവുകൾക്ക് എന്ത് ചെയ്യണമെന്ന ചോദ്യവും തൊഴിലാളികൾ ഉയർത്തുന്നു. ഇനി ഇതിൻ്റെ ദുരിതമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും. കാരണം ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നിട്ട് ഈ കിട്ടുന്ന ഒന്നുമില്ല. കിട്ടുന്ന റേഷൻ അരിയല്ലാതെ മറ്റൊരു സഹായങ്ങൾ ഞങ്ങൾക്ക് ഈ സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഗൾഫ് ജീവിതം പ്രവാസികളിൽ നിന്ന് അല്പം കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് ഈ കുടുംബജീവിതങ്ങൾ ഏകദേശം കഴിഞ്ഞുകൂടുന്നത് ഈ സമയത്ത്. കാരണം ഞങ്ങൾക്കായിട്ട് പ്രത്യേകം സർക്കാരിൽ നിന്ന് ഞങ്ങൾക്കൊരു ഒരു ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് ഇല്ല. അത് നിർബന്ധമായിട്ട് കടലോര മേഖലത്തിൽ നിങ്ങൾ അന്വേഷിച്ചാലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത വള്ളങ്ങൾക്കും ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങൾക്കും മത്സ്യബന്ധനം നടത്തുന്നതിന് വിലക്കില്ല. മീൻപിടുത്ത ബോട്ടുകൾക്കും ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വലിയ വള്ളങ്ങൾക്കുമാണ് നിരോധനം. ജില്ലയിൽ 100-ലധികം മീൻപിടുത്ത ബോട്ടുകളും 45ഓളം ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ച വള്ളങ്ങളും മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. മടക്കര, കസബ, മഞ്ചേശ്വരം തുടങ്ങിയ മീൻപിടുത്ത തുറമുഖങ്ങളും ഏതാനും മത്സ്യബന്ധന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചാണ് മത്സ്യബന്ധനം നടത്തുന്നത്. 100 കണക്കിന് തൊഴിലാളികൾക്ക് പുറമെ ഈ മേഖലയിൽ 1000-കണക്കിന് അനുബന്ധ തൊഴിലാളികളും രംഗത്തുണ്ട്. 52 ദിന ട്രോളിംഗ് നിരോധന കാലയളവ് ഇത്രയും തൊഴിലാളികൾക്ക് വലിയ ദുരിതമായിരിക്കും നൽകുക. കനത്ത മഴയും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള മുന്നറിയിപ്പുകളും തൊഴിലാളി ക്ഷാമവും കാരണം മത്സ്യബന്ധന മേഖല കടുത്ത പ്രതിസന്ധിയിലാണ്. ഈ തളർച്ചയ്ക്കൊപ്പമാണ് ട്രോളിംഗ് നിരോധനം കൂടി ആരംഭിക്കുന്നത്.
ഇത് മത്സ്യത്തൊഴിലാളികളെയും അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെയും ജീവിതം കൂടുതൽ ദുരിതമയമാക്കും. ക്യാമറമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. കുമ്പള നാരായണമംഗലത്ത് മദ്യലഹരിയിൽ സഹോദരിയെ മർദ്ദിക്കുന്നതിനെ ചോദ്യം ചെയ്ത സഹോദരനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. കോയപ്പാടി സ്വദേശി VV മധുവിനാണ് കുത്തേറ്റത്. പ്രതി മോഹനൻ അറസ്റ്റിൽ. കുമ്പള കോയിപ്പാടി നാരായണമംഗലത്ത് യുവാവിന് കുത്തേറ്റു. VV മധുവിനാണ് കുത്തേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ കുമ്പള സഹകരണ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ സഹോദരി ഭർത്താവായ നാരായണമംഗലത്തെ മോഹനനെ കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാർ അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രി 12 മണിയോടെയാണ് സംഭവം. മദ്യലഹരിയിൽ സഹോദരിയെ മർദ്ദിക്കുന്നതിനെ ചോദ്യം ചെയ്ത വിരോധത്തിൽ മധുവിനെ മോഹനൻ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് കുമ്പള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ കർണാടക RTC ബസ്സിൽ കടത്തിക്കൊണ്ടുവന്ന രേഖകളില്ലാത്ത 9,98,500 രൂപയുമായി യുവാവ് പിടിയിൽ. എക്സൈസ് ഇൻസ്പെക്ടർ ആദർശ് ജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പണം പിടികൂടിയത്. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ കെമോ ടീമിനോടൊപ്പം സംയുക്തമായി നടത്തിയ പതിവ് വാഹന പരിശോധനയിലാണ് കർണാടക RTC ബസ്സിൽ കടത്തിക്കൊണ്ടുവന്ന 9,98,500 രൂപയുടെ രേഖകളില്ലാത്ത പണം പിടിച്ചെടുത്തത്. എക്സൈസ് ഇൻസ്പെക്ടർ ആദർശ് ജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പണം കണ്ടെത്തിയത്. മുളിയാർ ദേശത്ത് കലന്തർ മൻസിലിൽ താമസിക്കുന്ന ഷെയ്ഖ് ആരിഫിൽ നിന്നാണ് പണം പിടിച്ചെടുത്തത്. കെമോ പ്രിവന്റീവ് ഓഫീസർ ജിജിൻ MV, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുബിൻ ഫിലിപ്പ്, സനൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ മൊയ്തീൻ സാദിഖ്, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് പ്രശാന്ത് കുമാർ V, സിവിൽ എക്സൈസ് ഓഫീസർ രാഹുൽ T എന്നിവരും പരിശോധക സംഘത്തിലുണ്ടായിരുന്നു. പിടിച്ചെടുത്ത പണവും പ്രതിയെയും തുടർ നടപടികൾക്കായി മഞ്ചേശ്വരം പോലീസിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഷേടിക്കാന അങ്കണവാടിയിൽ നടന്ന പരിപാടി കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കർല ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശനോത്സവം ഷേടിക്കാന അങ്കണവാടിയിൽ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് കർല ഉദ്ഘാടനം ചെയ്തു. കുമ്പള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് താഹിറ യൂസഫ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ പ്രേമ ഷെട്ടി, കാസർഗോഡ് ICDS പ്രൊജക്ട് CDPO രോഹിണി നെല്ലിശ്ശേരി, 12ാം വാർഡ് മെമ്പർ ശോഭ, ICDS സൂപ്പർവൈസർ പ്രിയ എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ ജയശ്രീ സ്വാഗതവും അങ്കണവാടി വർക്കർ ശോഭ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബന്ദിയോട്ട് മാരക മയക്കുമരുന്നായ MDMA-യുമായി എത്തിയ മധ്യവയസ്കൻ അറസ്റ്റിൽ. ഉപ്പള മണിമുണ്ട ഹൗസിൽ മുഹമ്മദ് ഹർഷാദിനെയാണ് DYSP CK സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മാരക മയക്കുമരുന്നായ MDMA-യുമായി എത്തിയ മധ്യവയസ്കൻ പിടിയിൽ. ഉപ്പള മണിമുണ്ട ഹൗസിൽ മുഹമ്മദ് ഹർഷാദിനെയാണ് DYSP CK സുനിൽകുമാറിന്റെ സ്ക്വാഡും കുമ്പള SI KP ഗണേശനും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ 3:30 മണിയോടെ ബന്ദിയോട്ട് വെച്ചായിരുന്നു അറസ്റ്റ്. ഇയാളിൽ നിന്നും 3.53 ഗ്രാം MDMA കണ്ടെടുത്തു. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കെട്ടിടത്തിന് സമീപത്ത് സംശയകരമായ സാഹചര്യത്തിൽ കാണപ്പെട്ട മുഹമ്മദ് ഹർഷാദിനെ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോഴാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 2019 സ്ത്രീയെ ആക്രമിച്ച കേസിലെ പ്രതിയായ പിടികിട്ടാപ്പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബന്ദിയോട്ടെ ജലീലിനെയാണ് കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറും സംഘവും ചേർന്ന് പിടികൂടിയത്. സ്ത്രീയെ ആക്രമിച്ച കേസിലെ പ്രതിയായ പിടികിട്ടാപ്പുള്ളിയായ ബന്ദിയോട്ടെ ജലീലിനെ അറസ്റ്റ് ചെയ്തു. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറും പ്രൊബേഷൻ SI അനന്തകൃഷ്ണനും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. 2019 സ്ത്രീയെ ആക്രമിച്ച കേസിൽ പ്രതിയായതിനെ തുടർന്ന് ഒളിവിൽ പോയ ജലീലിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സ്ത്രീയെ ആക്രമിച്ച കേസിന് പുറമെ നിരവധി അടിപിടി കേസിലും ഇയാൾ പ്രതിയാണെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന ആവശ്യം. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കോട്ടച്ചേരി ബാങ്ക് യൂണിറ്റ് സമ്മേളനം നടന്നു. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് ജൂലൈ 9 ദേശീയ പണിമുടക്ക് സംഘടിപ്പിക്കുന്നത്. ഗതാഗത പ്രയാസം നേരിടുന്ന കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും കാഞ്ഞങ്ങാട്ട് നടന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കോട്ടച്ചേരി ബാങ്ക് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. VV പ്രശാന്ത് കുമാർ നഗർ കോട്ടച്ചേരി ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ സെക്രട്ടറി KV വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ച് സർക്കാർ ജീവനക്കാർക്ക് പ്രഖ്യാപിക്കുന്ന ഉറപ്പ് തന്നെ DMS അലവൻസ് ഇന്ന് പ്രഖ്യാപിക്കുന്നു. സകലവശാൽ ഉത്തരവുണ്ടാകണമെങ്കിൽ പോലും നിബന്ധനകളാണ്. സർക്കാർ ജീവനക്കാർക്ക് പ്രഖ്യാപിക്കുന്ന പോലെ DMS അലവൻസ് സകല ജീവനക്കാർക്കും ലഭ്യമായി
നമ്മൾ ജീവനക്കാർ ആരും മരണപ്പെട്ടു പോയാൽ ആശ്രിത നിയമനം നമ്മളെ സംബന്ധിച്ച് ലഭ്യമാണ്. നമുക്ക് ഇന്ന് പെൻഷൻ കൂടി ലഭ്യമാകുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം വെറുതെ കിട്ടിയതല്ല. നമ്മുടെ സംഘടന നടത്തിയിട്ടുള്ള ചാകോചലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒന്ന് വിസ്മരിച്ചു പോകാതെ നമ്മൾ ഓർത്തെടുക്കണമെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. 1979 1987 ഈ യൂണിയൻ നടത്തിയിട്ടുള്ള ചാകോചലമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ്. യൂണിറ്റ് പ്രസിഡന്റ് വി ലേഖ അധ്യക്ഷത വഹിച്ചു. KV തങ്കമണി, AK ലക്ഷ്മണൻ, മനോജ് കുമാർ കാരക്കുഴി, AV സഞ്ജയൻ, C വിജയൻ, P ജയകല, MV ബാലചന്ദ്രൻ, M ജ്യോതി ബസു, M സതീശൻ എന്നിവർ സംസാരിച്ചു. N പ്രിയേഷ്, ഷനൽകുമാർ എന്നിവർ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി TP രാജേഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിശ്വ യുവക് കേന്ദ്ര, കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെ ബന്തെടുക്ക സരസ്വതി വിദ്യാലയത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. വിശ്വ യുവക് കേന്ദ്ര, കേരള അസോസിയേഷൻ ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കേഴ്സ് എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ബന്തെടുക്ക സരസ്വതി വിദ്യാലയത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത്. ഭാരതീയ വിദ്യാനികേതൻ വിഭാവനം ചെയ്ത ഭൂമിക്കായി ഒരാൾ ഒരു മരം എന്ന ആപ്തവാക്യം ഉയർത്തിപ്പിടിച്ച് കുട്ടികൾ വീടുകളിൽ വൃക്ഷത്തൈകൾ നടുകയും വിദ്യാലയത്തിൽ പരിസ്ഥിതി ദിന റാലിയും പരിസ്ഥിതി ദിന പ്രശ്നോത്തരിയും നടത്തി. കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ B കൃഷ്ണൻ, കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആലീസ് ജോർജ്, വിദ്യാലയ സമിതി അംഗങ്ങൾ, അധ്യാപകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ ലീഡർമാരായ സാൻവി നമ്പ്യാർ, കൃഷ്ണവ്, പ്രഥമാധ്യാപിക ഉമാദേവി CG എന്നിവർ ചേർന്ന് സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈ നട്ടു. ശേഷം ഉദ്ഘാടന സഭയും നടന്നു. വിദ്യാലയ സമിതി അംഗം സതീശൻ പള്ളിക്കരയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രഥമാധ്യാപിക സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഇന്ദിര P നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ലൈവ് വിദ്യാഭ്യാസ കൂട്ടായ്മയുടെ വാർഷികാഘോഷ പരിപാടികൾ ജൂൺ 8 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് ലൈവ് വിദ്യാഭ്യാസ കൂട്ടായ്മയുടെ വാർഷികാഘോഷം ജൂൺ 8 ഉച്ചയ്ക്ക് 2 മണിക്ക് കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടി AKM അഷ്റഫ് MLA ഉദ്ഘാടനം ചെയ്യും. ആബിദ് ആറങ്ങാടി അധ്യക്ഷത വഹിക്കും. പ്രമുഖ മോട്ടിവേഷൻ സ്പീക്കർ PMA ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തും. യുവ സാമൂഹിക പ്രവർത്തകയും മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ മുഖ്യാതിഥിയായിരിക്കും. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിക്കും. ജാഫർ ചായോത്ത് സംഘടനയുടെ പദ്ധതികൾ വിശദീകരിക്കും. ലൈവ് ഓഫീസർമാരായ ഇജാസ് PV, റംഷീദ് തോയമൽ വിശിഷ്ടാതിഥികൾക്ക് ഉപഹാരങ്ങൾ കൈമാറും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആബിദ് ആറങ്ങാടി, സാദിഖുൽ അമീൻ, ജാഫർ മാസ്റ്റർ ബല്ലാക്കടപ്പുറം, ആയിഷ ഫർസാന, ഇജാസ് PV എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടെങ്ങും പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പരസ്പരം ആശംസകൾ അറിയിച്ചും സ്നേഹം പുതുക്കിയും വിശ്വാസികൾ സന്തോഷം പങ്കുവച്ചു. ത്യാഗസ്മരണയിൽ നാടെങ്ങും ബലിപ്പെരുന്നാൾ ആഘോഷം. തൃക്കരിപ്പൂരിൽ പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരം നടന്നു. കാസർഗോഡിന്റെ അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്ത് വിശ്വാസി സമൂഹം ആഘോഷപൂർവ്വം ബലിപ്പെരുന്നാളിന്റെ പുണ്യം നുകർന്നു. ആഭാലവൃദ്ധം ജനങ്ങളും നമസ്കാരത്തിന് പള്ളികളിലെത്തി. കുമ്പള നാരായണമംഗലത്ത് മദ്യലഹരിയിൽ സഹോദരിയെ മർദ്ദിക്കുന്നതിനെ ചോദ്യം ചെയ്ത സഹോദരനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പ്രതി അറസ്റ്റിൽ. മഞ്ചേശ്വരം എക്സൈസ് ചെക്ക് പോസ്റ്റിൽ രേഖകളില്ലാതെ കടത്തിക്കൊണ്ടുവന്ന പണവുമായി യുവാവ് പിടിയിൽ. കർണാടക RTC ബസ്സിൽ കടത്തിയ 9,98,500 രൂപയാണ് പിടികൂടിയത്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് തല അങ്കണവാടി പ്രവേശോത്സവത്തിന്റെ ഉദ്ഘാടനം നടന്നു. ഷേഡിക്കാന അങ്കണവാടിയിലായിരുന്നു പരിപാടി. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.